കഴിഞ്ഞ വെള്ളിയാഴ്ച കടവന്ത്രയിലെ അൽഡ്രീം മന്തിക്കടയിൽ നിന്ന് മന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. 50-ലധികം പേരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. അതിനിടയിൽ ഭക്ഷ്യവിഷബാധയേറ്റ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതോടൊപ്പം തന്നെ മയണൈസിൽ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. ഇപ്പോഴും ഈ ഭക്ഷ്യവിഷബാധ ഏറ്റവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടില്ല. പലർക്കും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നൈസ് ജോണി അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും ചെയ്ത ആളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്, ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എനിക്ക് അവിടുന്ന് കഴിച്ചത്. അത് തുടർന്ന് ഞായറാഴ്ചയാണ് എനിക്ക് സുഖമില്ലാതായത്. പനി, വയറ്റിൽ നിന്ന് പോക്കില്ല, അങ്ങനെ ആയിരുന്നു. ഞാൻ പിറ്റേ ദിവസം ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുറവുണ്ടായിരുന്നതാണ്. 2 ദിവസത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും വീണ്ടും വയറ് ഇങ്ങനെ കുത്തി വേദന എടുത്തിട്ട് ലൂസ് മോഷനായിട്ട് തന്നെ ഡയറിയ പോലെ വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ വന്നിട്ട് ഇപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ഇപ്പോൾ സാമ്പിൾ കൊടുത്തിട്ട് വന്നതാണ്. ഇപ്പം 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടുന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റവർക്ക്. താങ്കൾ സ്റ്റൂള് പരിശോധന കൊടുത്തിട്ടുണ്ടോ? സ്റ്റൂള് കൊടുത്തിട്ടില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലഡിൻ്റെ റിസൾട്ട് വന്ന ശേഷം അതൊന്ന് ചെക്ക് ചെയ്ത ശേഷം അത് കൊടുക്കാമെന്ന് ഓർത്ത് ഇരിക്കണതാണ്. ഒരു ആഴ്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നില്ല? ഇല്ല, മാറുന്നില്ല. താങ്കൾ മാത്രമേ കഴിച്ചുള്ളൂ വീട്ടിൽ? ഞങ്ങൾ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് 3 പേരും പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഒരു 3 പേരുണ്ടായിരുന്നു. അവർക്കും അസുഖം വന്ന് മാറി. അതായത് വോമിറ്റിങ്ങും ഡയറി ഉണ്ടായിരുന്ന അവരെ മാറി. പക്ഷെ എന്നാലും അവർ ഇപ്പോഴും വീക്കാണ് അവർ. ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ സ്ഥിരം ഇപ്പോഴും വാങ്ങുന്നതാണ്. നമുക്ക് വിശ്വാസമുള്ളൊരു കട തന്നെയാണ്. മയോണൈസ് കഴിക്കാത്ത അന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും എന്നാൽ അതിനോടൊപ്പം മയോണൈസ് കഴിക്കാത്തവർക്ക് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അവർ ശേഖരിച്ച സാമ്പിളിൻ്റെ പരിശോധനാ ഫലം ഇതുവരെയും വന്നിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുജു എഡ്വേർഡിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.